നടൻ ബാലയും മുൻ ഭാര്യ അമൃത സുരേഷും തമ്മിലുള്ള പ്രശ്നങ്ങൾക്കിടയിൽ ഇരുവരുടെയും മകൾ പാപ്പുവും വലിയ രീതിയിൽ സൈബർ ആക്രമണം നേരിടേണ്ടി വന്നിരുന്നു. പിതാവ് ബാലയിൽ നിന്നും തനിക്ക് നേരിടേണ്ടി വന്ന ദുരനുഭവങ്ങൾ തുറന്നു പറഞ്ഞതിന് പിന്നാലെയായിരുന്നു മകൾക്കെതിരായ സൈബർ ആക്രമണം. ഇതിന് പിന്നാലെ ഈ വിഷയത്തിൽ തുറന്നടിച്ചുകൊണ്ട് അമൃത സുരേഷും രംഗത്ത് വന്നിരുന്നു. ദീർഘമായ ഒരു വീഡിയോയിലൂടെയായിരുന്നു അമൃതയുടെ പ്രതികരണം. എന്തുകൊണ്ടാണ് അന്ന് അങ്ങനെ ഒരു പ്രതികരണത്തിന് തയ്യാറായത് എന്ന് തുറന്നു പറയുകയാണ് അമൃത സുരേഷ് ഇപ്പോൾ. എല്ലാവരുടെയും വിവാഹമോചനം നടക്കുന്നത് പോലെ തന്നെ നിയമപരമായ ധാരണയുടെ പുറത്താണ് ഞങ്ങളുടെയും വിവാഹം വേർപെടുത്തിയിരിക്കുന്നത്. നമ്മൾ ആരും അങ്ങോട്ടുമിങ്ങോട്ടും കരിവാരിത്തേക്കുന്ന തരത്തിലുള്ള കാര്യങ്ങൾ പറയരുത് എന്നായിരുന്നു ആ ധാരണയിലെ പ്രധാനപ്പെട്ട കാര്യമെന്നും അമൃത സുരേഷ് പറയുന്നു. ക്രിസ്മസ് ദിനത്തിൽ ഏഷ്യാനെറ്റിൽ നൽകിയ പ്രത്യേക അഭിമുഖത്തിൽ സംസാരിക്കുകയായിരുന്നു അമൃത. കഴിയുന്നതും ആ ധാരണ പാലിക്കാൻ അമൃത ശ്രമിച്ചിട്ടുണ്ട് എന്നായിരുന്നു അമൃത പറഞ്ഞത്. ഈ വിഷയത്തിൽ ഒന്നും മിണ്ടാതെ മാറി നിൽക്കുകയായിരുന്നു താനെന്നും അമൃത പറയുന്നു. ആ വീഡിയോ ഇട്ടതിന് ശേഷം ഞങ്ങളെ പിന്തുണച്ച് ഒരുപാട് പേർ വന്നെന്നും അമൃത പറയുന്നുണ്ട്. മകൾക്ക് നേരെ വന്ന ആക്രമണം സഹിക്കാൻ പറ്റാതായതോടെയാണ് അന്ന് അങ്ങനെയെല്ലാം പറഞ്ഞു പോയത്. ഇപ്പോഴും ആരെയും കുറ്റപ്പെടുത്താനോ ഉപദ്രവിക്കാനോ ഞങ്ങൾ വരുന്നില്ല. അവർ സന്തോഷമായി ജീവിക്കട്ടെ, നമ്മളെ ഉപദ്രവിക്കാതിരുന്നാൽ മതി എന്നും അമൃത സുരേഷ് വ്യക്തമാക്കുന്നു. അമൃതയ്ക്കൊപ്പം സഹോദരി അഭിരാമി സുരേഷും അഭിമുഖത്തിൽ പങ്കെടുത്തിരുന്നു. എതിർപക്ഷത്ത് നിൽക്കുന്നവർക്ക് ചേച്ചി കുറെ പരിഗണന കൊടുക്കുമെന്നായിരുന്നു അഭിരാമി പറഞ്ഞത്. സ്വയം മോശക്കാരിയായിക്കൊണ്ട് അങ്ങനെ ചെയ്യേണ്ട ആവശ്യമില്ല എന്നാണ് സഹോദരിയായ അഭിരാമി സുരേഷ് പറഞ്ഞത്. എന്നാൽ എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടായാലും സ്റ്റേജിലെത്തുമ്പോൾ അതെല്ലാം സാധാരണയായി മറന്ന് പോകാറുണ്ട്. മകൾക്ക് വിദ്യാഭ്യാസപരമായി നിയമം പഠിക്കണമെന്ന ആഗ്രഹമാണ് ഉള്ളത്. അവൾ കുറെ കാര്യങ്ങൾ കാണുകയും അനുഭവിക്കുകയും ചെയ്തിട്ടുണ്ട്. അതിൽ നിന്നെല്ലാമുള്ള ട്രോമയിൽ നിന്നായിരിക്കും അങ്ങനെ പറയുന്നത്. സംഗീതപരമായും അവൾക്ക് കഴിവുണ്ട്. കമ്പോസിംഗ് ഇഷ്ടവുമാണ്. ഈ ന്യൂ ഇയറിന് അവളുടെ ആദ്യ റെക്കോർഡിംഗ് പുറത്തിറക്കുന്നുണ്ട് എന്നും അമൃത സുരേഷ് പറയുന്നു.